എത്ര കിലോമീറ്റർ പോണ എത്ര ദൂരത്തേക്കാണ് അറിയോ? അങ്ങാടി താഴത്ത് വരെ പോകണ്ട ആ പൈപ്പിലെ വെള്ളം കുടിച്ചിട്ടാണ് അവിടെ ജീവിക്കുന്നത്. അത് ഇത്രയും അടുത്താകുമ്പോ ജനങ്ങളുടെ അവസ്ഥ എന്തേക്കാരും അതൊക്കെ ചിന്തിക്കണ്ടേ? അതിന് ഇവരിവിടെ സമ്മതിക്കരുത്, ഇവിടെ ഈ ഭാഗത്തുള്ളവർ സമ്മതിക്കരുത്, നമ്മളും സമ്മതിക്കരുത്. അവരുടെ കൂടെ നമ്മൾ നിൽക്കണം. ഇത് ഇവിടുന്ന് ഒഴിഞ്ഞു പോണ ഒഴിവാക്കണം. ആരെയും ജീവിച്ചോടെ ഞങ്ങൾക്ക് വിരോധമല്ല, പക്ഷെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കിക്കാണ് മറ്റുള്ള ജീവിക്കാൻ പറ്റൂലല്ലോ. മറ്റൊരു ജനങ്ങള് ബാക്കിയുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടി മറ്റുള്ള ജീവിക്കാനുള്ള ശരി, ഒരാൾക്ക് അവസരത്ത് മറ്റുള്ള ജീവിക്കാൻ ശരിയല്ലല്ലോ. അതുപോലെയല്ലേ ഇപ്പൊ ഇത്? അപ്പൊ ശരിയല്ല, കുഞ്ഞു മക്കളൊക്കെ എത്രയുള്ള വെള്ളം കുടിക്കണം, ഞങ്ങളൊക്കെ കുടിക്കണാവണം. അതൊക്കെ ബുദ്ധിമുട്ടല്ലേ? ഇവിടെ അടുത്താണ് കിണറ്. ആ ക്യാൻറ്റീനിൽ ഒരുപാട് പൈപ്പ് ഉണ്ട്. എത്ര ദൂരത്തൊക്കെ വെള്ളം പോകണ അറിയോ? എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ആ പൈപ്പൊക്കെ ഇട്ട് വെള്ളമില്ലാഞ്ഞിട്ടല്ലേ? അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ ജനങ്ങൾക്ക്? അതൊക്കെ ഇവർക്ക് അറിയില്ല. ഇവരോട് സാധിക്കാൻ ഇത് ഇവിടെ കെട്ടിപ്പൊതി വെക്കണ്ട പറഞ്ഞതാണ്, പിന്നെ ഇവര് വെച്ചതല്ലേ. ഇപ്പൊ ഞങ്ങളൊന്നും ഇത് കയറ്റേണ്ട ആവശ്യമില്ല. ഇതിപ്പോ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറുള്ളത് ഇവിടെ സംഭവിക്കൂല. ഇവിടെ അവിടെ എത്ര സ്കൂളുണ്ട്, പിന്നെ ഇവിടെ സ്കൂൾ വരാറുണ്ട്. പിന്നെ അതുമല്ലാത്ത ഗവൺമെന്റ് ഭൂമിയാണ്. ഈ ഭൂമി 5 സെന്റക്കാർക്കാണ് മിസ്ഭൂമിയായിട്ട് വീതിച്ച് കൊടുക്കുമ്പോ ഇവിടെ വീട് വെക്കാൻ പറ്റുമോ? ഞങ്ങൾക്കൊക്കെ കിട്ടേണ്ട അവകാശികളാണ് ഞങ്ങൾക്ക് എങ്ങനെ വരിക? ഇവർക്ക് ഒരു ചെറിയ ചെറിയ വീട് വെക്കണ്ടേ? ആ വീടൊക്കെ വെച്ച് ഭൂമിയൊക്കെ കിട്ടി വീട് വെച്ച് വരിക എങ്ങനെ? ജനം പെരുകാണ്, ഭൂമി വരികണില്ലല്ലോ. അപ്പൊ ഈ ജനങ്ങൾക്കൊക്കെ വന്ന് ഒരു ജീവിതത്തിന് വീട് വെക്കണ്ടേ? അതിനൊന്നും ഇവിടെ പറ്റൂലല്ലോ. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് അതുകൊണ്ട് ഇത് ഇവിടുന്ന് ഒഴിവാക്കുക തന്നെ വേണം എന്നൊരു ആവശ്യമായിട്ടാണ് ഞങ്ങൾ ഈ തള്ളാര് കൊച്ചു കുട്ടികളെ കയറ്റിന് വന്നിട്ടുണ്ട്. ഈ വെയിലും കണ്ടിക്കാണ് എത്ര ദൂരത്തുനിന്ന് വന്നിക്കണ അറിയാം. ഇത് ഇവിടുന്ന് ഒഴിവാക്കി തരണം, അതേ ഞങ്ങൾക്ക് ആവശ്യം. അതേ ഗവൺമെന്റ് ഏറ്റിരിക്കണം.